ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വാപ്പാടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒന്ന് കൂടുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ എൻഗേജ്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ടൂർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന എല്ലാവരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഒരുപാട് പ്ലാനിങ്ങുകൾ വന്നു. ഊട്ടിയാണെങ്കിൽ മൂന്നാർ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാം, വാഗമൺ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്തു. അവസാനം നമ്മൾ എത്തിപ്പെട്ടത് കുഴിപ്പള്ളിയിലാണ്. നമ്മളിന്ന് പോകുന്നത് ഓഗസ്റ്റ് 15 കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അവധി ആയതുകൊണ്ട് റിസോർട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ 3-4 റിസോർട്ടുകളൊക്കെ നോക്കി അവസാനം ഇവിടുത്തെ ഒരു റിസോർട്ട്, ഒരു ബ്രേക്ക് വാട്ടർ ബീച്ച് റിസോർട്ടാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ടൈമിങ് പറഞ്ഞിരിക്കുന്നത് രാവിലെ 10 തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ ഇക്ക ബാംഗ്ലൂർ പോയേക്കുമായിരുന്നു. അതേപോലെ ഇത്താത്തയുടെ ഹസ്ബൻഡിനാണെങ്കിലും വേറൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തവണയും ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉമ്മ നേരെ ഫ്ലാറ്റിലേക്ക് വന്നു. അതേപോലെ ഇക്കാക്കയുടെ മോളെയും വിളിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കുഴിപ്പള്ളിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ പോണ വഴി അവളെയും കൂടി പിക്ക് ചെയ്തു. ഇത്തായും ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് ടീച്ചറാണ് കേട്ടോ കളമശ്ശേരി രാജഗിരിയിൽ. അപ്പോൾ ആൾക്കും സ്കൂളിൽ പോവാതെ വയ്യ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ വാപ്പാടെ വീട്ടിൽ അവർ 8 മക്കളാണ് കേട്ടോ. 4 ആണും 4 പെണ്ണും. അതിൽ മൂത്ത അമ്മായി ഇല്ല. പിന്നെ വാപ്പായാണ് കേട്ടോ ആദ്യം മരണപ്പെട്ടത്. ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് വാപ്പാടെ മരണം. പിന്നെ 2 കൊച്ചാപ്പന്മാർ പിന്നീട് മരണപ്പെട്ടു. ഒരാൾ ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പായിരുന്നു കേട്ടോ. ഒരു കൊച്ചാപ്പാടെ മോളുടെ എൻഗേജ്മെൻറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ 2 റൂമുകൾ ഇവർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഉച്ച കഴിഞ്ഞ് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ സ്വിമ്മിംഗ് പൂളും അതേപോലെ റൂമും ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വന്ന സമയത്ത് കുറേ 2-3 ഫാമിലീസ് എത്തിയിട്ടുണ്ട്. അവർ വന്ന ഉടനെ വെള്ളത്തിലിറങ്ങി പ്രകടനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വാപ്പാടെ വീട്ടിലെ ഫാമിലി ഗ്രൂപ്പിൻ്റെ പേര് ജാർക്ക് എന്നാണ് കേട്ടോ. ജാർക്ക് എന്ന് പറഞ്ഞാൽ ജെയ്നൂസ് ഗ്രാൻഡ് ചിൽഡ്രൻ അസോസിയേഷൻ. അത് അത്യാവശ്യം വർഷങ്ങളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ ഫോമലായിട്ട് തന്നെയാണ് കേട്ടോ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ ചെറിയ രീതിയിൽ ഏതെങ്കിലും വീടുകളിൽ കൂടുക അങ്ങനെയായിരുന്നു. പിന്നീട് എല്ലാ വർഷവും എവിടെയെങ്കിലും ഞങ്ങളൊരു ഹോൾ എടുത്തിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അതുകൂടാതെ ജാർക്കിന് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആവശ്യക്കാർക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് അതേപോലെ പുറത്ത് സഹായം ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വളരെ അർഹതപ്പെട്ടവരാണെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കും. അതേപോലെ എല്ലാ വീടുകളിലേക്കും ഓരോ മരം കൊടുക്കും, പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മളുടെ വീട്ടിലെ തന്നെ മക്കൾ 10th +2 ഒക്കെ പാസ്സാകുമ്പോൾ ഏറ്റവും നല്ല മാർക്കുള്ള മക്കൾക്ക് അവർ അവിടെ എത്തി പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കും. എല്ലാ തവണയും നമുക്ക് കൂടാനോ കാര്യങ്ങളോ ഒന്നും പറ്റാറില്ല. മാക്സിമം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും അത് കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ന് ഏറ്റവും വിഷമമുള്ള കാര്യം ഈ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അവർക്ക് 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല. അതാണൊരു പ്രശ്നം കേട്ടോ. ചിലവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ദംഷ്ട്രാസും അന്താക്ഷരിയും കാര്യങ്ങളൊക്കെയാണ്. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം ഭയങ്കര രസമാണ് കേട്ടോ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ദേശഭക്തി ഗാനം കൊണ്ടാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ഒരു ഓർമ്മയ്ക്ക്. അപ്പോൾ ഇക്ക ഓൺ ദ വേ ആണ്. തൃശ്ശൂർ എന്തോ എത്തിയിട്ടുണ്ട്. ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേയും കൂടി ആയതുകൊണ്ട് ജുമ കഴിഞ്ഞിട്ട് എത്താമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. അങ്ങനെ വന്ന് കുട്ടികൾ ആൺപിള്ളേർ സ്വിമ്മിംഗ് പൂളിൽ കൈയടക്കി അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായി എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ത്രീകളുടെ കലാപരിപാടികളാണ്. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പേര് വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമുള്ളൊരു സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ അർമാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവരാരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു റിസോർട്ടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ബീച്ച് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു മതിലൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അത്യാവശ്യം വെള്ളം നന്നായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹാറൂൻ അവരൊന്നും പോയത് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാറൂനെ പള്ളിയിൽ വിടാൻ പറ്റിയില്ല. അവൻ വെള്ളത്തിലിറങ്ങിയ ഡ്രസ്സും അതേപോലെ ഇട്ടിരുന്ന ഡ്രസ്സും എല്ലാം നനച്ച് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആസിമും കൂടെ ഉണ്ട് കേട്ടോ.
എൻ്റെ അമ്മായിമാരുടെ മക്കൾ തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വർഷത്തിലൊരിക്കൽ ഇങ്ങനൊരു മീറ്റിംഗ് വെക്കുന്നത് തന്നെ ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ. കുട്ടികളൊക്കെ തമ്മിൽ അത് കാരണം ഭയങ്കര മിംഗ്ലിംഗ് ആണ് അവിടെ എല്ലാവരും. ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ന്യൂജൻ മക്കളൊന്നും അങ്ങനെ ഒരു ഗെറ്റ് ടുഗതറോ കാര്യങ്ങളോ ഒന്നും പങ്കെടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അല്ലാതെയും ഈ ഒരു ഫാമിലി സത്യം പറഞ്ഞാൽ സ്പെഷ്യലാണ്. അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ ഈ വീട്ടിലെ എല്ലാവരുമായിട്ട്. ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷമാണ്. വേറെ ഒരു ഫാമിലിയിലും ഞാൻ ഇങ്ങനെ ഒരു ബോണ്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും തമ്മിലുള്ളൊരു യൂണിറ്റി ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന എല്ലാ ഇത്താത്തമാരും നമ്മളുടെ ആ ഒരു അതേ വൈബിനനുസരിച്ച് നിൽക്കുന്നവരാണ് കേട്ടോ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റി കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കല്യാണം കഴിച്ച് വിട്ട ഇത്താത്തമാരിൽ ഒരാൾ ഇവിടെ കുഴിപ്പള്ളിയിലാണ്. പിന്നെ അതേപോലെ എൻ്റെ ഒരു അമ്മായി, അവരും പറവൂരാണ്. അവിടെ അടുത്തുള്ളവരും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും കുറച്ച് ദൂരെ നിന്നാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതാണല്ലോ നമ്മുടെ മെയിൻ സംഭവം. ലഞ്ച് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇവർ പള്ളിയിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ വന്നത്. നോർമൽ റൈസും മോരുകറി, ക്യാബേജ് തോരൻ, അങ്ങനെ കുറച്ച് ഫുഡുകളും പിന്നെ അതേപോലെ ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് അന്താക്ഷരിയിലേക്ക് എത്തി. നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ടിരുന്ന് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കുറേ നേരം തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇത്രയും സന്തോഷിച്ചൊരു ദിവസം വേറെ ഇല്ല. അതിനിടയിൽ നമ്മുടെ വീട്ടിലുള്ള 2 കുഞ്ഞുങ്ങൾ, ആസിമും പിന്നെ എൻ്റെ ഒരു അമ്മായിയുടെ മോനുമാണ് കേട്ടോ, മോൻ്റെ മോനുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ ഫ്രണ്ടിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുറ്റും ഒക്കെ ഓടി നടക്കലായിരുന്നു. വന്ന സമയത്ത് പൂളിലാണ് കേട്ടോ, കുറേ നേരം പൂളിൽ കളിച്ചു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മക്കളുടെയൊക്കെ ചെറിയ ഡാൻസ് പരിപാടികളൊക്കെയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ട്വിൻസാണ് കേട്ടോ, അമ്മായിയുടെ പേരക്കുട്ടികളാണ്. അവിടെ 2 ട്വിൻസ് ഉണ്ട്. ഒരു കകാക്ക് 2 ബോയ്സും ഒരു കകാക്ക് 2 ഗേൾസും. അപ്പോൾ അവരെ രണ്ടുപേരെയും ഡാൻസും കാര്യങ്ങളും ഉണ്ടായി. അതേപോലെ കകയുടെ മോളും എൻ്റെ കൊച്ചാപ്പാടെ മോളും അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അവളെപ്പോഴും കൊച്ചാപ്പാടെ വീട്ടിൽ തന്നെയാണ് കൂടുതലും. ഈവൻ പെരുന്നാളിന് പോലും കൊച്ചാപ്പ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഡാൻസും ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ ആസിമുദേ അവരുടെ കൂടെ കയറി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മനഹ ചെറിയൊരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്ത് കയറി ഒരു 2 മിനിറ്റിൻ്റെ ഷോർട്സ് പോലെ ഒരു ഡാൻസൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഫസീക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വന്ന സമയത്ത് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇക്കക്ക് കുറച്ച് ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റൂമിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. എൻ്റെ ഉമ്മായും അമ്മായിമാരൊക്കെ ചെറിയൊരു മയക്കത്തിലാണ് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ റൂം സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത നെക്സ്റ്റ് ഡേയിലേക്ക് ബുക്ക് ചെയ്ത ആളുകളൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇത്ര നേരം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഇത് എൻ്റെ ഒരു അമ്മായിയുടെ മോനാണ് കേട്ടോ. അവൻ ഷോളൊക്കെ ഇട്ട് ആ ഡാൻസിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങോട്ട് കയറിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മറ്റേ സ്പൂൺ റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേഡീസ് മാത്രം, അതേപോലെ ജെൻസ് മാത്രം, പിന്നെ കുട്ടികൾ, ഗേൾസ് വേറെ, ബോയ്സ് വേറെ, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഫണ്ണിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് വിന്നായവർ തമ്മിൽ വേറൊരു കോമ്പറ്റീഷനൊക്കെ വെച്ച് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇളയ അമ്മായിയാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ ആയയുടെ ഓട്ടം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിച്ചു പോയിട്ടാ. അമ്മാതിരി ഓട്ടമായിരുന്നു. ആള് ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് അടിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായിരുന്നു കേട്ടോ. അല്ല വീട്ടിലേക്ക് പോകണ്ടേന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്താ പറയുക, ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് മതിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേ ഒക്കെ വേണമായിരുന്നു, ഒരു ദിവസം മൊത്തം വേണമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. ഞങ്ങൾ പേരക്കുട്ടികളും എല്ലാവരും കൂട്ടിയിട്ട് ഒരു 50ഓളം പേരുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് പേർക്കാണ് വരാൻ പറ്റാതിരുന്നുള്ളൂ. 3 ഡാൻസും ഒന്നിനൊന്ന് വെച്ചുമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതേപോലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദംഷ്രാസും അതേപോലെ അന്താക്ഷരി ആയിരുന്നു. അത് രണ്ടും ഭയങ്കര ഫണ്ണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മൈക്കും സ്പീക്കറും ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാട്ട് പാടുന്നത് വേറൊരാൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ട്, അത് ഒരു 1.5 വൈബാണ് കേട്ടോ. അപ്പോൾ മൈക്കും പാട്ടിനോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ മൈക്കും സ്പീക്കറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പാടാൻ തോന്നും. പിന്നെ അതിന് ശേഷം ചായയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും പഴംപൊരിയായിരുന്നു വൈകിട്ടത്തെ ഫുഡ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ട്. പിന്നെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. ഓരോരുത്തർ പിരിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആണ് താത്തായുടെ ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടിട്ട്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ആൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ അമ്മായിയുടെ ഒരു മോളും ആളും ഇടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വരാത്തവർക്ക് മിസ്സായെന്നേ പറയാനുള്ളൂ. അത്രയ്ക്ക് നല്ല പരിപാടിയായിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവരുമായിട്ട് കൂടി തിമിർത്തു അർമാദിച്ചു പോന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇക്ക വേറെ വണ്ടിയിലാണല്ലോ വന്നത്. അപ്പോൾ അതിൽ അംദാനും ഹാറൂനും പോയിട്ടുണ്ടായിരുന്നു. എനിക്കിനി ഉമ്മാനെ കൊണ്ടുവന്നാക്കണം. അപ്പോൾ ഞാൻ നേരെ നെടുവന്നൂർക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്താത്ത ഹസ്ബൻഡ് വന്നുകൊണ്ട് ഇത്താത്ത ആ വണ്ടിയിലാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ നമ്മുടെ അടുത്തുള്ള അമ്മായിയുടെ മോനും വൈഫും കുട്ടിയും പിന്നെ ഞാനും ഉമ്മച്ചി, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഹാസിമും ഫുൾ ഉറക്കമായിരുന്നു. 3 തവണയാണ് പൂളിൽ ഇറങ്ങിയത്. പിന്നെ ക്ഷീണിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ ആൾ നല്ല ഉറക്കമായിരുന്നു. വീട്ടിൽ ചെന്നിട്ടും ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്നാക്കി അവിടെ നിന്നൊരു 8 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു. ഹാസിം ഒറ്റക്കുള്ളതുകൊണ്ട് ഇത്താത്തായി അങ്ങോട്ടേക്ക് വന്നു. ഇത്താത്ത എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അൽഫാമും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെയാണ് വീട്ടിലെത്തിയത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ജാർക്ക് മീറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.